തന്നെയാണ്. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം എനിക്ക് തീരെ ഇതായിരുന്നു എക്സാമിന് സ്കൂളിലൊക്കെ പോകാനുള്ളതുകൊണ്ട് എക്സാം കഴിഞ്ഞിട്ട് നല്ല ആശ്വസിച്ച് വെക്കേഷനിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്ലാഷ് കോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഓൻ്റെ കൂടെ കളിക്കണത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ബർമൂഡയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് G18 ആണ്. അത് വെച്ച് ഫസ്റ്റ് എത്ര കില്ല് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. മിക്കവാറും മുഞ്ചാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇതിൽ. കാരണം ഫ്രണ്ടും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓനെ വീഡിയോ ഉൾപ്പെടുത്തി എനിക്ക് കുഴപ്പമുണ്ടാകുന്ന അറിയില്ല. പക്ഷേ ഞങ്ങളിത് വീഡിയോ എടുക്കുമ്പോൾ മൈക്ക് മ്യൂട്ടാക്കിയിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള രീതി മാത്രം ആക്കി, എന്നാലേ ഞങ്ങൾക്ക് നല്ല കളിക്കാം, പ്ലേയേഴ്സ് എവിടെയുള്ളതെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ചാടി. ഓക്കെ ഗൈസ്, ഇത് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഫ്രീ ഫയർ കളിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അധികം കുഴപ്പമില്ലെന്ന് വിചാരിക്കും ഗൈസ്. ഫസ്റ്റ് പ്ലെയർ ഓക്കെ ഒരുത്തുണ്ടാവും ഗൈസ്, വേറെ ഒരുത്തുണ്ടോ അവിടെ. അപ്പം നമുക്ക് എത്ര പേരെ നോക്കിടാൻ പറ്റുമോ നോക്കാം. എന്താ ഗൈസ്, ഒരുത്തൻ വീണ്ടും ഇത് റിവൈവായി വന്നിട്ടുണ്ട്, ഒരുത്തൻ അടിച്ചു. അപ്പോൾ സെക്കൻഡ് പിന്നെ നമ്മൾ ജിംത്രി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മെഡും കൂടി അടിച്ചിട്ടുണ്ട് ഞാൻ. ഇതധികം ഇതല്ല. പിന്നെ ഞങ്ങൾ ഇനി ലാസ്റ്റ് ഒരു എനിമി കൂടി ഉണ്ടാവും. അവനെ അവിടെ പോട്ടെ. ഫ്രണ്ടിൻ്റെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്, പക്ഷെ ഓൻ്റെ അവിടെ ഇല്ല. ഇത്രയും പുറത്താണുള്ളത്. കാരണം മൈക്കിൻ്റെ ഇതൊക്കെ മ്യൂട്ട് ചെയ്ത്. അതാ ഗൈസ് അവിടെ അതാ ബ്ലൂവിൻ്റെ അവിടെ. ഓക്കെ ഗൈസ്, കൊന്നിട്ടുണ്ട്. വിക്ടറി. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ ഞാൻ റൗണ്ട് എടുത്തു. സെക്കൻഡ് ഞാൻ എടുക്കാൻ പോണ ഗണ്ണെന്ന് വെച്ചാൽ സ്നൈപ്പറിൻ്റെ സെക്കൻഡ് വെർഷൻ പോലത്തെ ഒരു ഗണ്ണാണ്. പിന്നെ എല്ലാവർക്കും റിക്വസ്റ്റ് അയക്കുക. എൻ്റെ അറിയാൻ വലിയ അക്കൗണ്ട് ഒന്നുമല്ല, പക്ഷെ കുറച്ച് കളിക്കും, എപ്പോഴെങ്കിലും കളിക്കുള്ളൂ. അല്ലാത്ത സമയത്ത് ഞാൻ ഈ ഫുട്ബോൾ കളിക്കുന്ന വീഡിയോസൊക്കെ ഇട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ എല്ലാം ചെയ്തിട്ടാണ് കൂടെ കൂടുക. അപ്പോൾ നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആണ്, കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് ആണ്. 100 സബ്സ്ക്രൈബേഴ്സ് ആയി നമ്മൾ ഒരു ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ചേരാൻ പറ്റുമോ നോക്കാം. എന്തായാലും 100 സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ, അപ്പോൾ നോക്കാം നമുക്ക്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാം ഗൈസ്. ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് വന്നിട്ടുണ്ടാവും, അത് ഇഗ്നോർ ചെയ്ത് കളയാം. ഇത് അടക്കം മെസ്സേജ് വരുന്നുണ്ട്, അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാറില്ല ഈ റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതാ ഗൈസ് അവിടെ പ്ലെയർ ഉണ്ട്. ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ അവൻ അവിടെ നിൽക്കണം ഗൈസ്. അതാരും നോക്കിയിട്ട് ഞാൻ അടിക്കാൻ പോയപ്പോൾ ആരും നോക്കിയിട്ടിട്ടുണ്ട്. അതാ ഒരു തന്നെ വിളിച്ചിരിക്കുന്നുണ്ടാകുന്നുണ്ട്. അത് മറ്റേ ഓൻ തന്നെ KMC പ്ലീസ് അപ്പുറത്തുനിന്ന് കയറി വരുന്നുണ്ടോന്. പക്ഷെ എൻ്റെ സൈഡിൽ എനിമുണ്ട്, പക്ഷേ അത് ഞാൻ കണ്ടിട്ടില്ല. ഞാനിത് ഈ വീഡിയോ എടുത്ത് ഒന്നോട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, സെക്കൻഡ് റൗണ്ട് എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഒരു കില്ല് പോലും എടുത്തിട്ടില്ല. അപ്പോൾ തേർഡ് റൗണ്ട് വന്നിരിക്കുന്നത് ന്യൂക്കർ ഡാമിലാണ്. ഇതിലെങ്ങനെ ഞാൻ ഒത്തിരി കില്ല് എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഗ്രനേഡ് ഇട്ടുണ്ട് ഗൈസ്. തീർന്നു പറഞ്ഞു വരുന്നുള്ള ഗൈസ്. അപ്പോഴത്തേക്കും ഗ്രനേഡ് വന്നിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടി അറിയില്ല. നമുക്ക് നോക്കാം ഗൈസിന് എന്താ പറ്റിയെന്ന്. അടുത്ത ഒരുത്തുണ്ട്, കില്ലെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്. ഒരുത്ത ഓട്ടോ റിവൈവ് ആയിട്ടുണ്ട് അപ്പുറത്തെ ടീമിത്തെ. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഗൈസ് ട്രിപ്പിൾ കിൽ ഗൈസ്. ഒറ്റയടിക്ക് 3 ഉണ്ടാ. ഇനി എത്ര അവർ എടുക്കുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇപ്രാവശ്യം ഞാൻ എടുക്കാൻ പോകുന്നത് AWM ആണ്. AWM മാത്രമാണ് എടുക്കണത്, വേറെ ഒന്നുമില്ല. ഇപ്രാവശ്യം ഒരു കില്ലെങ്കിൽ അടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാക്കിയിട്ടാണ് ഞാൻ ഇതാവണത് എടുത്തുള്ളത് തന്നെ. അപ്പോൾ ഗൈസ് നമുക്ക് റൗണ്ട് ഇനി
4 സെക്കൻഡ്സ് 3 സെക്കൻഡ്സ്. ഗൈസ് ഇപ്പോൾ ശരിയായിട്ടുണ്ട്. നമുക്ക് പോവാം. ഒരു തന്നെ സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കളിക്കണ. പ്ലേയേഴ്സ് അവിടെ എന്ന് പറയും. സുഹൃത്തായിട്ട് മണ്ടക്ക് കയറാൻ പറയുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. അഥവാ അതിന് മണ്ട കയറി. സുഹൃത്ത അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയോട്ടെ. എന്താ സംഭവം നോക്കാലോ. ഓക്കെ ഓക്കെ ഗൈസ്, അവിടെ ഒരുത്തുണ്ട്. കയറി വരണ്ട, സെറ്റാവാം. ഓക്കെ ഗൈസ്, 157. നമുക്ക് കൊണ്ടുപോയേക്കാം. ഗൈസ് ഇവിടെ ഒരുത്തുണ്ട്. മെഡിക്കിട്ടടിച്ച്. ലാസ്റ്റ് കളിയാണ്. ജയിച്ചാൽ മതിയായിരുന്നു. ഗായ്സ് എല്ലാവരും ചത്തിരുന്നു. ഞാൻ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡബ്ല്യൂനായിട്ട് അടുത്ത് പോയപ്പോഴത്തേക്കും ഓന് ഏതോ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഇതായി MP40 തോന്നുന്നു. അത് വെച്ച് നല്ല അടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചത്തു. ഞാനൊക്കെ ചാവുന്ന നോക്കാം. പിന്നെ അടുത്ത ലാസ്റ്റ് റൗണ്ടാണ് ഈ കളിയിൽ ജയിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കളിക്കുന്നത്. ഇതാ ഇംഗ്ലീഷ് അറിയണ്ട് ഈ കളി ഇപ്പോൾ ജയിക്കണമെന്ന്. ഓക്കെ ഗൈസ്, ഇംഗ്ലീഷിൻ്റെ മൈക്ക് ഇവിടെ മ്യൂട്ടാണ്. എനിക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് അധികം കേൾക്കാൻ പറ്റില്ല ഓഡിയൻസിന്. കാരണം ഓന് ഓഡിയൻസിന് മുന്നിൽ മൈക്ക് ഓഫ് ആക്കിയിട്ട് വരുന്നതിന് മുന്നേ മാത്രമേ മൈക്ക് ഓൺ ആക്കിയിട്ട് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടാവും മൈക്ക് ശബ്ദം ഉണ്ടാക്കണമെന്ന് കേൾപ്പിക്കരുതെന്ന് മൈക്കിൻ്റെ ഇതൊന്നും. ഓക്കെ ഗൈസ്, അവിടെ അടുത്തൊരു പ്ലെയർ ഉണ്ടാകുന്ന പോയിട്ടുണ്ട്. ഇനി ഗൈസ് നമുക്ക് ഇംഗ്ലീഷ് കുറച്ച് ഇത് കൊടുക്കാം. എന്താ അവസ്ഥ എന്നറിയില്ല. ഇംഗ്ലീഷ് വഴി കയറിയിട്ടുണ്ട്. ഞാനിനി വഴിയാണ്ട് കയറട്ടെ. മോളി പ്ലെയറുണ്ട്. ഗൈസ് അതേപോലത്തെ ഒരു നോക്കിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കയറിയുണ്ട്. ഗൈസ് ഞാൻ നോക്കായിട്ടുണ്ട്. ഞാനതാ ഓട്ടോ റിവൈവ് ഓണായിട്ടുണ്ട്. ഗൈസ് ഓക്കെ ഗൈസ്, ഇംഗ്ലീഷ് താഴത്തെ ഇറങ്ങി ഞാൻ നോക്കട്ടെ. ഗൈസ് അത് ഒരുത്തുണ്ട്. എനിക്ക് അടിയിട്ട് ഞാൻ ഒന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷിന് മറ്റേ ഓട്ടോ റിവൈവ് ഓണാക്കിയിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിനെ കൊണ്ട് ഇതാക്കാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് കയറിയിട്ട് എൻ്റെ എന്താ അവസ്ഥ എന്നറിയില്ല. നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇംഗ്ലീഷ് ലാസ്റ്റ് പോയിട്ട് ഗൈസ് അങ്ങനെ കളി അടിച്ചിട്ടുണ്ട്. ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ പോയി അടിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ വീഡിയോക്ക് വേണ്ടി വീണ്ടും കുറേ വീഡിയോ മൈക്കൽ 46 ഗെയിമിംഗ് സൈനിങ് ഔട്ട് വാസ്. അപ്പോൾ ഗൈസ് ഇത് കാര്യം കൂടി പറയാണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഇനി നമ്മൾ ഫ്രീ ഫയറിൻ്റെയും ഈ ഫുട്ബോളിൻ്റെയും കുറേ കണ്ടൻറ്റ് ഇടണം. അപ്പോൾ അതുവരേക്കും ബൈ.